Hello friends, welcome to Goods and Service Tax Part 1, an introduction to tax. I am Jibin Matthew. Today we are discussing some introduction areas of taxation. Meaning of tax. Tax is a compulsory financial charge or some other type of levy imposed upon a taxpayer, an individual or legal entity, by a governmental organization in order to fund government spending and various public expenditures. Failure to pay tax is a punishable offence under law. ടാക്സ് എന്ന് പറയുന്ന ഒരു കമ്പൽസറി പേയ്മെൻ്റ് ആണ്. അത് ഒരു ടാക്സ് പെയറിൽ ഇമ്പോസ് ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റാണ് ഇമ്പോസ് ചെയ്യുന്നത്. ടാക്സ് പെയർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലോ ഒരു ലീഗൽ എൻറ്റിറ്റിയോ, അതായത് കമ്പനിയോ പാർട്ട്ഷിപ്പ് ഫേമോ ഒക്കെ ആവാം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ് ഫണ്ട് ലഭിക്കുക എന്നുള്ളതാണ് ടാക്സേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ടാക്സ് അടയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നു. ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ ലെവീഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ വർക്കേഴ്സ് ഇൻകം ആൻഡ് ബിസിനസ് പ്രോഫിറ്റ് ഓർ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് സം ഗുഡ്സ്, സർവീസസ് ആൻഡ് ട്രാൻസാക്ഷൻസ്. ടാക്സ് ഒരു കമ്പൽസറി പേയ്മെൻ്റ് ആണ്. സ്റ്റേറ്റ് റവന്യൂവിലേക്ക് ഉള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. ഇത് ഇമ്പോസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഒന്നെങ്കിൽ ഒരു വർക്കറുടെ ഇൻകത്തിൻ്റെ മേലായിരിക്കാം, അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ മേലായിരിക്കാം, അതല്ലെങ്കിൽ ചില ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ട്രാൻസാക്ഷൻ്റെയോ കോസ്റ്റിൻ്റെ മേലായിരിക്കാം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ബിസിനസ് പ്രോഫിറ്റിൻ്റെ മേലൊക്കെ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. വർക്കേഴ്സിൻ്റെ ഇൻകത്തിൻ്റെ മേലെ പ്രൊഫഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഗുഡ്സിൻ്റെ മേൽ ഈടാക്കുന്ന ടാക്സ് GST അല്ലെങ്കിൽ വാറ്റ്. സർവീസിൻ്റെ മേൽ ഇമ്പോസ് ചെയ്യുന്നത് അറ്റ് പ്രസൻറ്റ് GST ആണ്. അതിനു മുമ്പ് സർവീസ് ടാക്സ് ആയിരുന്നു. ഇങ്ങനെ പലതരത്തിൽ ടാക്സ് ഈടാക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ സിംപ്ലി മീൻസ് ആൻ ഇല്ലീഗൽ നോൺ പേയ്മെൻറ്റ് ഓർ അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇല്ലീഗലായിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ ടാക്സ് കുറഞ്ഞ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുക. ടാക്സ് അടയ്ക്കാനുള്ള എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുകയാണ്. അതാണ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടാക്സ് പേയ്മെൻറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. ടാക്സ് ഒട്ടും അടയ്ക്കാതിരിക്കുന്നതാണ് നോൺ പേയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടാക്സ് ഇവേഷൻ ഈസ് ആൻ ഇല്ലീഗൽ ആക്ടിവിറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ഡെലിബറേറ്റ്ലി അവോയ്ഡ്സ് പേയിങ് എ ട്രൂ ടാക്സ് ലയബിലിറ്റി. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അയാളുടെ ശരിയായ ടാക്സ് ലയബിലിറ്റി, ടാക്സ് പേയ്മെൻറ്റ് നടത്താതെ അവോയ്ഡ് ചെയ്യുന്നതിനെയാണ്, ഇല്ലീഗലായിട്ട് അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് അട്രാക്ട് ക്രിമിനൽ ചാർജസ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ പെനാൽറ്റീസ്. ക്രിമിനൽ ആക്ഷൻ അതിൻ്റെ മേലുണ്ടാവും, ക്രിമിനൽ കേസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ടാക്സ് അവോയ്ഡൻസ്. Tax avoidance is a method of reducing tax incidence by availing of loopholes in the law. It is a legal means to prevent or reduce tax liability which would otherwise be incurred by taking advantage of some provisions or lack of provisions in the law. ലോയിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഇതൊരു ലീഗൽ മെത്തേഡാണ്.
നിയമത്തിലുള്ള ചില പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ടോ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയോ ചെയ്യുന്ന ലീഗലായിട്ടുള്ള മെത്തേഡിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടാക്സ് പ്ലാനിംഗ്. ടാക്സ് പ്ലാനിംഗ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് in such a way that without violating the legal provisions of Act, advantage is taken of all exemptions, deductions, rebates and relief permitted so that the burden of tax on an assessee is least. യാതൊരു തരത്തിലുള്ള ലീഗൽ പ്രൊവിഷൻസും വയലേറ്റ് ചെയ്യാതെ തന്നെ ലോയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എക്സംഷൻസും ഡിഡക്ഷൻസ്, റിബേറ്റ്, റിലീഫും ഒക്കെ എടുത്തുകൊണ്ട് ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി മാക്സിമം കുറയ്ക്കുന്നതിനെയാണ്, അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു അസസി അയാളുടെ ടാക്സ് ലയബിലിറ്റി ലീഗലായിട്ടുള്ള മെത്തേഡുകളിലൂടെ എക്സംഷൻസും ഡിഡക്ഷൻസ്, റിബേറ്റ്, റിലീഫും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ടാക്സ് ലയബിലിറ്റി മാക്സിമം കുറയുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ടാക്സ് പ്ലാനിങ് എന്ന് പറയാവുന്നതാണ്. ടാക്സസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു, ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ടാക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസുമാണത്. Direct tax. Direct tax is a tax in which the impact and the incidence of tax are on the same person. ടാക്സ് അടയ്ക്കുന്ന ആളും ടാക്സിൻ്റെ ബർഡൻ അനുഭവിക്കുന്ന ആളും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരത്തിലുള്ള ടാക്സിനെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. A direct tax is paid directly by an individual or organization to the imposing authority. ഇമ്പോസിങ് അതോറിറ്റിയിലേക്ക് ഏത് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ടാക്സ് ഈടാക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് ഒരു ഓർഗനൈസേഷനോ വ്യക്തിയോ ടാക്സ് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടാക്സിനെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാവുന്നതാണ്. ദ ബർഡൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ് ടു എനി അതർ പേഴ്സൺ. ഡയറക്റ്റ് ടാക്സിൻ്റെ ലയബിലിറ്റി മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ജനറലി ഡയറക്റ്റ് ടാക്സസ് ആർ പ്രോഗ്രസീവ് ഇൻ നേച്ചർ. സാധാരണയായിട്ട് ഡയറക്റ്റ് ടാക്സസ് പ്രോഗ്രസീവ് നേച്ചറിലുള്ള ടാക്സുകളാണ്. എ പ്രോഗ്രസീവ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് ഇമ്പോസസ് എ ലോവർ റേറ്റ് ഓൺ ലോ ഇൻകം ഏണേഴ്സ് കമ്പയർഡ് ടു ദോസ് വിത്ത് ഹയർ ഇൻകം. കുറഞ്ഞ ഇൻകം ഉള്ള ആൾക്കാരോട് കുറഞ്ഞ ടാക്സ് റേറ്റിൽ ടാക്സ് ഈടാക്കുകയും കൂടുതൽ ഇൻകം ഉള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരോട് ഹയർ റേറ്റിൽ ടാക്സ് ഈടാക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഡയറക്റ്റ് ടാക്സുകൾ പ്രോഗ്രസീവ് സ്വഭാവമുള്ളവയാണ്. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാ ഡയറക്റ്റ് ടാക്സുകളും പ്രോഗ്രസീവ് നേച്ചറിലുള്ള ടാക്സുകൾ ആകണമെന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആർ ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ലാൻഡ് ടാക്സ് എക്സെട്ര. ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ലാൻഡ് ടാക്സ് ഇതൊക്കെ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഇൻകം ടാക്സ് പ്രോഗ്രസീവ് ടാക്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണെന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് ഇൻ വിച്ച് the impact of tax is on one person and the incidence of tax is on another person. ഒരു ടാക്സിൻ്റെ ഇമ്പാക്റ്റ് അനുഭവിക്കുകയും അത് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നത് വേറെ ആളുകളാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ടാക്സിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാവുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് ടാക്സസ് ദാറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ടാക്സിൻ്റെ ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ടാക്സിനെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്.
It is not levied directly on the income of the taxpayer, but levied on the expenses incurred by them. ഇൻഡയറക്റ്റ് ടാക്സുകൾ സാധാരണയായിട്ട് ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ മേൽ ചാർജ് ചെയ്യുന്ന ടാക്സ് അല്ല, മറിച്ച് അയാൾ ഏതൊക്കെ തരത്തിലാണ് എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത് ആ എക്സ്പെൻസുകളിലൂടെയാണ് ടാക്സ് കളക്ഷൻ നടക്കുന്നത്. എക്സാമ്പിളായിട്ട് ഗുഡ്സ് മേടിക്കുക, സർവീസ് മേടിക്കുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. സെയിൽ ടാക്സും സർവീസ് ടാക്സും ഒക്കെ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് ആണ്. An indirect tax is a tax collected by an intermediary from the person who bears the ultimate economic burden of the tax. ഇൻഡയറക്റ്റ് ടാക്സുകൾ കളക്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് ഒരു ഇൻ്റർമീഡിയറിയാണ്. എക്കണോമിക് ബർഡൻ അനുഭവിക്കുന്ന ടാക്സിൻ്റെ എക്കണോമിക് ബർഡൻ അനുഭവിക്കുന്ന ആളായിരിക്കില്ല ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഒരു ഇൻ്റർമീഡിയറിയാണ് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. സെയിൽ ടാക്സിൻ്റെ കേസിൽ സെയിൽ ടാക്സിൻ്റെ ബർഡൻ അനുഭവിക്കുന്നത് കൺസ്യൂമേഴ്സാണ്, എന്നാൽ പേയ്മെൻറ്റ് നടത്തുന്നത് കൺസ്യൂമേഴ്സ് അല്ല, ഡീലേഴ്സാണ്. ഇവിടെ ഡീലേഴ്സ് കൺസ്യൂമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇങ്ങനെയല്ല. ആരാണോ ടാക്സ് അടയ്ക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്. അവിടെ ഒരു ഇൻ്റർമീഡിയറി ഇല്ല. ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഒരു ഇൻ്റർമീഡിയറി ഇല്ല. ആരാണോ ടാക്സ് അടയ്ക്കേണ്ട അയാൾ തന്നെയാണ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതും അതിൻ്റെ ബർഡൻ അനുഭവിക്കുകയും ചെയ്യുന്നതല്ല. The intermediary later files a tax return and forwards the tax proceeds to the government with the return. ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ആൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഒരു ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യുകയും ആ റിട്ടേണിനൊപ്പം തന്നെ ടാക്സ് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് നോക്കാം. എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, GST. ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് ആണ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, GST ഇവയൊക്കെ. According to Article 265 of the Constitution of India, no tax shall be levied or collected except by the authority of law. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 265 ആർട്ടിക്കിൾ പ്രകാരം ഒരു ലോ ഇല്ലാതെ, ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു ടാക്സ് ലെവി ചെയ്യുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യാനായിട്ട് പാടില്ല. As per Article 246, the 7th schedule to the Constitution of India defines and specifies allocation of powers and functions between union and state. Article 246 പ്രകാരം 7th ഷെഡ്യൂൾ വഴിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ പവറുകളെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പവറുകളെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 7th ഷെഡ്യൂൾ പ്രകാരം 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് or list 1. Union list describes the items which the parliament has exclusive powers to legislate. യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന ഐറ്റങ്ങൾ പാർലമെൻറ്റിന് പൂർണ്ണമായിട്ടും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ള ഐറ്റങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് യൂണിയൻ ലിസ്റ്റ് ഹാസ് 98 ഐറ്റംസ്. നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ 98 ഐറ്റംസ് ആണുള്ളത്. എക്സാമ്പിൾസ്: ഡിഫൻസ്, ആംഡ് ഫോഴ്സസ് ഇൻക്ലൂഡിംഗ് നേവൽ, മിലിറ്ററി ആൻഡ് എയർ ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഡിപ്ലോയ്മെൻറ്റ്, CBI, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കണക്റ്റഡ് വിത്ത് ഡിഫൻസ് എക്സെട്ര. ആറ്റോമിക് എനർജി ആൻഡ് മിനറൽ റിസോഴ്സസ്, ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഗ്രീവൻസ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, റെയിൽവേസ്, നാഷണൽ ഹൈവേസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാംസ്, telephones, wireless broadcasting and communication, RBI, currency, coinage and foreign exchange, interstate trade or commerce, banking, insurance and stock exchange, public debt of the nation, patent, copyright, trademark, etc., establishment of standards of weight and measure,
സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫോർ പ്രൊഡക്റ്റ് ഫോർ എക്സ്പോർട്ട്. ഇവിടെ യൂണിയൻ ലിസ്റ്റിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസിനെ ചിലത് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡിഫൻസ്, മിലിറ്ററി ഫോഴ്സസ്, CBI, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കണക്റ്റഡ് വിത്ത് ഡിഫൻസ്, അതായത് രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട മുൻകൂർ തടവുകളൊക്കെ നടത്തുന്നത്. ആറ്റോമിക് എനർജി ആൻഡ് മിനറൽ റിസോഴ്സസ്, ആറ്റോമിക് എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോറിൻ അഫയേഴ്സ് എഗ്രിമെൻറ്റുകൾ ഫോർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. റെയിൽവേ, നാഷണൽ ഹൈവേ, പോസ്റ്റൽ ടെലഗ്രാം, ടെലിഫോണ്, വയർലെസ് ബ്രോഡ്കാസ്റ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, RBI, കറൻസി, കോയിൻസ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്, 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രേഡ്, ബാങ്കിങ്, ഇൻഷുറൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഡെറ്റ്, പേറ്റൻ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകൾ, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന വെയിറ്റ് മെഷറിങ്ങിന് ഒക്കെ വേണ്ടി, പ്രൊഡക്റ്റിന് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഒക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഐറ്റംസ് വിച്ച് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഹാസ് എക്സ്ക്ലൂസീവ് പവേഴ്സ് ടു ലെജിസ്ലേറ്റ്. അറ്റ് പ്രസന്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കണ്ടെയ്ൻസ് 59 ഐറ്റംസ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന ഐറ്റങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്, അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കാണ് നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണമായ അധികാരം ഉള്ളത്. നിലവിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 ഐറ്റംസ് ആണുള്ളത്. എക്സാമ്പിൾസ്: പബ്ലിക് ഓർഡർ ആൻഡ് പോലീസ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്, agriculture including agriculture education and research, trade and commerce within the state, taxes on sale of petroleum products, alcoholic liquor for human consumption, narcotic drugs, etc. within the state, betting and gambling, tax on profession and employment, public debt of state, agricultural land tenures, etc., water supplies, irrigation and canals, fisheries, etc. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന മെയിൻ ഐറ്റംസ് ചിലത് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോ ആൻഡ് ഓർഡർ, പോലീസ്, പബ്ലിക് ഹെൽത്ത്, ഹോസ്പിറ്റൽസ്, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ റിസർച്ച്, അഗ്രികൾച്ചർ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിത്തിൻ ദ സ്റ്റേറ്റ്, ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് കൊമേഴ്സ്, പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ മേലുള്ള ടാക്സ്, ആൽക്കഹോളിക് ലിക്വർ, അതുപോലെ തന്നെ ഡ്രഗ്സ്, ഇതിൻ്റെ മേലേക്കുള്ള ടാക്സുകൾ അല്ലെ അതുമേലുള്ള നിയമനിർമ്മാണങ്ങൾ, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് കോൺട്രാക്റ്റുകൾ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ലോയ്, ടാക്സ് ഒക്കെ, ടാക്സ് ഓൺ പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷണൽ ടാക്സും എംപ്ലോയ്മെൻറ്റ് ടാക്സും ഒക്കെ, പബ്ലിക് ഡെറ്റ് ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ പബ്ലിക് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാട്ടർ സപ്ലൈ, ഫിഷറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് ഡിസ്ക്രൈബ്സ് പവേഴ്സ് ടു ബി കൺസിഡേർഡ് ബൈ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ബട്ട് എനി ലോ made by state legislature which is detrimental to any central act, the decision of the center will prevail. കൺകറന്റ് ലിസ്റ്റിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരേപോലെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ള വിഷയങ്ങളാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ നിയമം സെൻട്രൽ ആക്ടിന് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായിരിക്കും നിലനിൽക്കുക. അറ്റ് പ്രസൻറ്റ് കൺകറന്റ് ലിസ്റ്റ് ഹാസ് 52 ഐറ്റംസ്. കൺകറന്റ് ലിസ്റ്റിൽ 52 ഐറ്റംസ് ആണ് നിലവിലുള്ളത്. എക്സാമ്പിൾസ് നോക്കാം. ക്രിമിനൽ ലോ, ക്രിമിനൽ പ്രൊസീജിയേഴ്സ്, മാരേജ് ആൻഡ് ഡിവോഴ്സ്, ഇൻഫൻസ്, അഡോപ്ഷൻ, എക്സെട്ര.
ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചർ ലാൻഡ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ബാങ്ക്രപ്റ്റൻസി ആൻഡ് ഇൻസോൾവൻസി, റൈസ് കൺട്രോൾ, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ്, family planning and population control, trade unions, labor welfare, industrial and legal disputes, education including technical education, charities, charitable institutions and religious institutions, forests, protection of wild animals and birds, factories, electricity, newspapers and printing press, IPC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റമാണ്. മാരേജ്, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലോയ്, ശിശുക്കളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അഡോപ്ഷനുമായിട്ട് ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി വസ്തു കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ലാൻഡ് ഒഴികെയുള്ളത്, സ്റ്റാമ്പ് ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻസോൾവൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൈസ് കൺട്രോള്, ജനറൽ പ്രൈസ് ലെവല് കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിലക്കയറ്റമൊക്കെ നിയന്ത്രിക്കുന്നത്, എക്കണോമിക് പ്ലാനിങ്, എക്കണോമിക് പോളിസി മേക്കിങ്, സോഷ്യൽ പ്ലാനിങ്, ഫാമിലി പ്ലാനിങ്, പോപ്പുലേഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ട്രേഡ് യൂണിയനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലേബർ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ആൻഡ് ലീഗൽ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള എഡ്യൂക്കേഷൻസ്, ചാരിറ്റീസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പ്രകാരം, വനം, വന്യജീവികൾ, പക്ഷികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫാക്ടറീസ്, ഇലക്ട്രിസിറ്റി, ന്യൂസ് പേപ്പർ, പ്രിൻറ്റിംഗ് പ്രസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.